അപ്പൊ എവിടുന്നാ വണ്ടി കേറിയത്? കേറിയത് സേലത്ത് നിന്നാ. റിസർവേഷൻ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടി. കൂടുതൽ സമയം വണ്ടിക്കുള്ളിലെ ബാത്റൂമിലായിരുന്നു. അയ്യേ, തലശ്ശേരി സ്റ്റേഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഉണർന്നതാ. സ്റ്റേഷൻ വന്നപ്പോ പിന്നെ ഉറങ്ങിപ്പോയി. വണ്ടി എന്നുള്ള ചാട്ടം കണ്ടപ്പോ ഞാൻ കരുതി ആത്മഹത്യയാണെന്ന്. ചേച്ചേ, പാലത്തിനടുത്ത് എത്തിയപ്പോ വണ്ടി ഒന്ന് സ്ലോ ആയല്ലോ. അവിടെ പണി നടക്കുക, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ കുറെ ദൂരം ചുമ്മാ സഞ്ചരിക്കേണ്ടി വന്നേനെ. അപ്പൊ സേലത്താണോ വീട്? വീട് കുംഭകോണത്താ. സേലം വഴി വന്നേ ഉള്ളൂ. കുംഭകോണം? ആ പേര് വേറെ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഓ, പിടികിട്ടി പിടികിട്ടി. ഇവിടുത്തെ പല രാഷ്ട്രീയക്കാരുടെയും പേരിന്റെ കൂടെ കേൾക്കാറുള്ളതാ ഈ കുംഭകോണം. ഓഹോ. ആ, പരുത്തിപ്പാറയിൽ ബന്ധുക്കളെയൊക്കെ കാണാൻ പോയിരിക്കും. അല്ലല്ല, പരുത്തിപ്പാറയിലെ വിമാനത്താവളം വരുന്നുണ്ടല്ലോ. ഓഹോഹോ, അത് ശരി. വിമാനത്തിൽ വല്ല പണിയും കിട്ടുമെന്ന് നോക്കാനാണ്. വിമാനം ഓടിക്കലോ അതോ വിമാനം കഴുകി തുടച്ച് വൃത്തിയാക്കുന്ന? അതിനൊന്നും അല്ല. സർവേ നമ്പർ 217/2C. അതെന്റെ അച്ഛന്റെ സ്ഥല. 65 സെന്റ്. അത് ഈ വിമാനത്താവളത്തിന് വേണ്ടി സർക്കാർ ഏറ്റെടുത്തെന്ന് കേട്ടു. പവർ ഓഫ് അറ്റോർണി കൊണ്ടുവന്നിട്ടുണ്ട്. അതാരാ? അതാരുമല്ല, സ്ഥലത്തിന്റെ പണം വാങ്ങാൻ എന്നെ അധികാരപ്പെടുത്തിയ അച്ഛൻ ഒപ്പിട്ട കടലാസ. പണവും വാങ്ങി ഇന്ന് വൈകുന്നേരത്തെ വണ്ടിക്ക് തന്നെ പോണം. ഇന്ന് വൈകുന്നേരത്തെ വണ്ടിക്ക്? അതെ. അപ്പൊ പണവും വെച്ചോണ്ട് സർക്കാർ കാത്തിരിക്കുകയാണ്. ആയിരിക്കുമല്ലോ. ഇനി എത്താൻ വൈകിയതിന് വഴക്ക് പറയുമെന്ന് എന്റെ പേടി. ആര്, സർക്കാരോ? ഏയ്, ഇപ്പോഴത്തെ സർക്കാർ വെറും പാവാ. കമാന്ന് അക്ഷരം വിട്ടൂല. എന്താ മോന്റെ പേര്? ജയകാന്തൻ. നല്ല പേര്. താങ്ക്സ്. ചേട്ടന്റെ പേരെന്താ? ഞാൻ കുമാരൻ. കുമാരന് നല്ല പേരാ. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ കുമാരൻ എന്ന് പറയില്ല, കുമരൻ. കുമരൻ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട് എനിക്ക് അവിടെ. നല്ല കാര്യം. കുമരൻ കേൾക്കാൻ സുഖമുണ്ട്. ഞാൻ ഈ വഴിക്കാം, മോൻ ഇതിലെ പോയിക്കോ. 2 ഫർലോ ചെയ്യുന്ന ഒരു അമ്പലം കാണാം. അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ മെയിൻ റോഡാ. പരുത്തിപ്പാറയ്ക്ക് പിന്നെ കുറച്ചുള്ളൂ. വലിയ ഉപകാരം. ചേട്ടനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഈ നേരത്തെ വല്ല വീട്ടിലും കയറി വാതിലും മുട്ടേണ്ടി വന്നേനെ. എന്താ ചേട്ടാ ഈ ചാക്കില്? ഇത് ബോംബാ. നാടൻ ബോംബ്. ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. തേങ്ങയും റബ്ബറൊക്കെ തകർന്നില്ലേ? ഇത് നല്ല ലാഭ. ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട്. നമുക്ക് പാർട്ടിയൊന്നുമില്ല, എല്ലാ പാർട്ടിക്കാർക്കും വെക്കും. എന്നിട്ടൊന്നുമില്ല. പാർട്ടിക്കാർക്ക് ഇതെന്തിനാണെന്നാ ചോദിച്ചത്. അതറിഞ്ഞൂടാ? പാർട്ടിക്കാർക്ക് ബോംബെന്തിനാന്ന് അറിഞ്ഞൂടാ? അടി, കത്തിക്കുത്ത്. ഒരാള് വേറൊരാള് വാളുകൊണ്ട് വെട്ടി.
2-3 പേര് ചേർന്ന് ഒരാളെ നിലത്തിട്ട് ചവിട്ടി. താൻ വാതിലുറക്ക്, ഇതൊരു വായനശാലയല്ലേ? അയ്യോ, അക്രമികൾ പുറത്ത്. എത്ര പേര് മരിച്ചു? എത്ര പേര് മരിച്ചു? ആള് ഇവിടുത്തുകാരനല്ലാന്ന് തോന്നുന്നു. ഞാൻ കുംഭകോണത്തുനിന്ന് വരികയാണേ. ഓ, അതാണ് കാര്യം. ഞാൻ അമ്പലത്തിന് മുമ്പിൽ കൂടെ വരികയായിരുന്നേ. പെട്ടെന്നൊരു ഭാഗത്ത് നിന്ന് വടിവാളും കത്തിയൊക്കെ ആയിട്ട് അട്ടഹസിച്ചുണ്ട് കുറെ പേര്. എതിർവശത്തുനിന്ന് വേറൊരു സംഘം. എത്ര പേര് മരിച്ചു എന്ന് പറയടോ? ജീവനും കൊണ്ട് ഓടുന്നതിനിടയിൽ മരിച്ചവരുടെ കണക്കെടുക്കാൻ പറ്റുമോ? പക്ഷേ ഞങ്ങൾക്ക് ഇപ്പൊ ഈ കണക്കിലാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്. ഇന്നലെ വൈകുന്നേരം വരെ ഡ്രോ ആയിരുന്നു. 6-6 6 KDP 6 KRP. താൻ വാതിൽ ഉറക്കടോ. ഒരു പിടിയും കിട്ടുന്നില്ല. ബോംബ് വിൽക്കാൻ നടക്കുന്ന ആൾക്കാർ, പരസ്പരം വെട്ടിക്കൊല്ലുന്നവര്. അല്ല, കുംഭകോണത്ത് പത്രമൊന്നും കിട്ടാറില്ലേ? കുറച്ചൊക്കെ ഞാനും കേട്ടിരുന്നു. പക്ഷെ കൺമുന്നിൽ വെച്ച് ഇങ്ങനെ. എന്നാലേ ഈ ജില്ലയിലെ പൊതുവെ ശാന്തമായിട്ടുള്ള സ്ഥലം അത്. നേരത്തെ തയ്യാറാക്കിയ ലിസ്റ്റ് അനുസരിച്ച് ഇവിടെ ആൾക്കാരെ കൊല്ലൂ. മറ്റു സ്ഥലങ്ങളിൽ ഇതൊന്നുമല്ല സ്ഥിതി. സൗകര്യത്തിന് കിട്ട ആരെയും കൊല്ലും. മനുഷ്യപുത്രന് തല ചായ്ക്കാൻ തലയില്ലല്ലോ കൃഷ്ണ, തലയില്ലല്ലോ. പണവും വാങ്ങി ഇന്ന് വൈകുന്നേരം പണവും വാങ്ങി വൈകുന്നേരത്തെ വണ്ടിക്ക് തന്നെ പോകാന്നാ വിചാരിച്ചിരുന്നത്. ഇവിടുത്തെ സ്ഥിതി കണ്ടിട്ട് പണം കിട്ടുന്ന നിമിഷം തന്നെ സ്ഥലം വിടുന്ന നല്ലതെന്ന് തോന്നുന്നു. ഏത് പണം? സർവേ നമ്പർ 217/2C. എന്റെ അച്ഛന്റെ സ്ഥലം. അത് വിമാനത്താവളക്കാരെടുത്തേ, അതിന്റെ പണം. എന്നാലും ഇതൊരു വല്ലാത്ത സ്ഥലം തന്നെ. മനുഷ്യനെ ഇങ്ങനെ കൊല്ലാന്നൊക്കെ പറഞ്ഞ എന്താ കുഴപ്പം? അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കണു, ബാങ്ക് ഉദ്യോഗസ്ഥൻ ബാങ്കിൽ പണിയെടുക്കണു, മീൻപിടുത്തക്കാര് മീൻ പിടിക്കണു, രാഷ്ട്രീയക്കാര് തമ്മി കൊല്ലണു. എല്ലാവർക്കും അവരുടെ ജോലിയുണ്ട് കുട്ടി. ചേട്ടൻ എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സാധിക്കുന്നത്? ഒരു മനുഷ്യജീവൻ എന്ന് പറഞ്ഞാൽ എത്ര വില പിടിച്ചതാ? 1 കിലോ കോഴിക്ക് 40 രൂപ, ആടിന് 150. മനുഷ്യന്റെ ഇറച്ചിക്ക് എന്ത് വിലയാടെ ഉള്ളത്? ആടിനെയും കോഴിയും പോലെയാണ് മനുഷ്യൻ. വ്യത്യാസമുണ്ട്. ആടിനും കോഴിക്ക് പ്രസംഗിക്കാൻ അറിയില്ല, ജാഥ നടത്താൻ അറിയില്ല, വോട്ടവകാശമില്ല. ആ വ്യത്യാസമുണ്ട്. എന്റെ ആൾക്കിட்ட പേശി പ്രയോജനമില്ലേ? അത് കറക്റ്റാ തമ്പി. ചേട്ടന് തമിഴ് അറിയോ? പിന്നെ അറിയാതെ. ഗോപിച്ചെട്ടിപ്പാളത്ത് ഉണ്ടായിരുന്നല്ലോ കുറച്ചു കാലം ഒളിവില്. അന്ന് എന്നെ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തു. ഞാൻ നക്സലൈറ്റ് ആയിരുന്നല്ലോ എന്നാണ് പോലീസ് പറഞ്ഞത്. നക്സലൈറ്റ് രാമൻകുട്ടി എഴുതിയ ചില വിപ്ലവ ഗാനങ്ങൾ ഞാൻ ട്യൂൺ ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാതെ ബൂർഷാസിയുടെ തല ഞാൻ വെട്ടിയിട്ടില്ല. പക്ഷേ എല്ലാ കേസിലും ഞാൻ പ്രതിയായി. പോലീസ് എന്നെ കൊണ്ടുപോയി തല്ലി ചതച്ച് എല്ല് തുറക്കി 7 കൊല്ലം കിടന്നു പൂജപ്പുരയില്. ഇപ്പൊ നക്സലവാസം എന്ന് പറഞ്ഞ ഒരുമാതിരിപ്പെട്ടവരൊക്കെ അറിയും. ചേട്ടൻ ഇപ്പൊ ആത്മകഥ എഴുതണു. റിട്ടയർഡ് നക്സലൈറ്റ് ആകുമ്പോ അങ്ങനെയൊക്കെ വേണല്ലോ. ഏതെങ്കിലും വാര്യക്കാർക്ക് കൊടുത്താൽ അവർ ഗണ്ടശ പ്രസിദ്ധീകരിച്ചോളൂ. എഴുതുമ്പോ കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ ചേർക്കണമെന്നുള്ളൂ. ഒരു പോലീസുകാരനെ അടിച്ച് നിലംപരിച്ചാക്കി, SP നേരെ തോക്കിയൂണ്ടി, അങ്ങനെയൊക്കെ. എന്നാലേ വായനക്കാർക്കൊരു ഹാരം ഉണ്ടാവുള്ളൂ. ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. കുംഭകോണത്താണോ സ്ഥിരതാമസം? അതെ. അതാ മനസ്സിലാവാത്തത്. എടോ, ഒരു മലയാളി എന്ന് പറഞ്ഞാൽ 18 അടവും പയറ്റാൻ അറിയുന്നവരുടെ ഇടയിൽ കേരളത്തിൽ ജീവിക്കണം. ഹൂ ഈസ് എ മലയാളി? ഹീസ് കേരളത്തിൽ ജീവിച്ചവൻ. ഈ സർട്ടിഫിക്കറ്റ് ഉള്ളവൻ ലോകത്തിൽ എവിടെ പോയാലും സുഖമായിട്ട് ജീവിക്കും. ആട്ടെ, ഈ സ്ഥലം എത്ര സെന്റ് ഉണ്ട്? 65 സെന്റ്. സെന്റിന് എന്ത് വില കിട്ടും? അതൊന്നും എനിക്കറിയില്ല. ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ സർവേ നമ്പർ പത്രത്തിൽ നോട്ടിഫൈ ചെയ്ത് വന്നിരുന്നു. ഈ സ്ഥലം ഏത് ഭാഗത്താ? അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇവിടേക്കൊക്കെ വരുന്നത്. അച്ഛൻ 25 കൊല്ലം മുമ്പ് ഇവിടുന്ന് കുംഭകോണത്തേക്ക് പോയതാണല്ലോ. 25 കൊല്ലം മുമ്പ്? അതെ. ഭൂനികുതി അടച്ച റെസീറ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ താൻ ഇന്ന് തന്നെ പണം മേടിച്ചു പോവും. ആശ്വാസായി. എടോ, കുംഭകോണകം കാള പെട്ടെന്ന് കേട്ട് കയറെടുത്തിട്ട് ഇറങ്ങിയില്ലേ, നേരെ വില്ലേജ് ഓഫീസിലേക്ക് വിട്ടോ. തണ്ടപ്പേര് നോക്കി എന്ത് ചെയ്യണമെന്ന് അവര് പറയും. തണ്ടപ്പേരോ? തണ്ടപ്പേരല്ല, തണ്ടപ്പേര്. അങ്ങനെ ഒരു പേരുണ്ട്, അവിടെ പറഞ്ഞാൽ മതി. വലിയ ഉപകാരം. എനിക്കിതൊന്നും അറിയില്ലായിരുന്നേ. പിന്നെ ചേട്ടാ, ഇവിടെ അടുത്ത് വല്ല പുഴയോ കിണറോ വല്ലോ ഉണ്ടോ? ഒന്ന് കുളിക്കൊക്കെ വേണേ. തമിഴ്നാട് വരില്ലേ, അവിടെ എല്ലാ പരിപാടിയും റോഡ് സൈഡിലാണല്ലോ. ഇപ്പൊ നമ്മൾ നടന്നു വന്നത് കുളത്തിന്റെ പക്കത്ത് കൂടെയാ. അങ്ങോട്ട് നേരെ തിരിച്ചു നടന്നോ. ரொம்ப താങ്ക്സ്. അപ്പോഴേ അവിടെ അമ്പലക്കുള വൃത്തികേടാക്കരുത്. ഇല്ല. അല്ല, ഇതിനൊന്നും വിശ്വസിക്കാൻ പറ്റില്ലേ. ആരാത്? പുറകെ പോയി നിൽക്കണോ? അല്ല, ഞാൻ കുംഭകോണത്തുനിന്ന് വരികയാണേ. എന്താ അവിടുത്തെ ആൾക്ക് പുറകെ നിൽക്കാൻ അറിഞ്ഞൂടെ? അതല്ല, ഇവിടെ തണ്ടപ്പേര്. പുറകെ പോയി നിൽക്കണോ? പുറകെ പോയി നിൽക്കണോ? പറഞ്ഞേ കളിക്കുന്നു. ഭയങ്കര തിരക്കാണല്ലേ? ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ തിരക്കല്ല. വെള്ളം, വായു, ഭക്ഷണം ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാം. പക്ഷെ ഇവിടെ നിന്ന് കൊടുക്കുന്ന വിവിധ തരം കാർഡുകളുണ്ടല്ലോ, അവയില്ലെങ്കിൽ ജീവിക്കാൻ വലിയ പാടാ. റവന്യൂ കാർഡ്, റേഷൻ കാർഡ്, ക്ഷേമനിധി കാർഡ്, തിരിച്ചറിയൽ കാർഡ്, പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനം തിരിച്ചറിയ കാർഡാ. ഈയിടെ തിരിച്ചറിയ കാർഡ് നോക്കിയിട്ട് എന്റെ ഭാര്യയും മക്കളെയും തന്നെ ഞാൻ തിരിച്ചറിഞ്ഞത്. നിർത്ത്. ഞാൻ ഇലക്ഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അല്ലെങ്കിലും സിന്ദാബാദിന് നന്ദി.
കഴിഞ്ഞ 2 ദിവസമായി എന്നെ ഇങ്ങോട്ട് കാണാത്തതിനുള്ള പരിഹാസമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, കഴിഞ്ഞ 2 ദിവസം ഞാൻ സർക്കിട്ട് പോയതല്ല. കരുവാന്തോട്, പീലിക്കാവ് എന്നീ 2 വില്ലേജുകളുടെയും ചാർജ് ഇപ്പൊ എനിക്കാ. ഇനി കുറെ കാലം അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. പുതിയ നിയമനമൊന്നും നടക്കുന്നില്ല. നിയമനം നടത്തിയാലേ ശമ്പളം കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ കാശില്ല. മനസ്സിലായോ? പണമില്ലാഞ്ഞിട്ടും നമ്മളെയൊക്കെ ഭരിച്ചു തരുന്ന സർക്കാരിന്റെ ത്യാഗം ഭയങ്കരം തന്നെ. സാർ, ഞാൻ കുംഭകോണത്ത് നിന്ന് വരികയാണേ. അവിടെ നിന്നാരും ഞാൻ ഇവിടേക്ക് ക്ഷണിച്ചിട്ടില്ലല്ലോ. 25 കൊല്ലം മുമ്പ് നാട് വിട്ടുപോയ എന്റെ അച്ഛൻ മടങ്ങി വന്നു. അല്ല, കുംഭകോണത്താണ്. വളരെ സന്തോഷം. തണ്ടപ്പേര് നോക്കി തണ്ടപ്പേര് നോക്കി എന്റെ അച്ഛന്റെ സ്ഥലത്തിന്റെ 25 കൊല്ലം മുമ്പുള്ള പവർ ഓഫ് അറ്റോണി കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിന്? വിമാനത്താവളക്കാരെ സ്ഥലം ഏറ്റെടുത്തല്ലോ. സ്ഥലത്തിന്റെ ആധാരം? പവർ ഓഫ് അറ്റോണി ആധാരമുണ്ടോ? ആധാരം തപ്പി നോക്കിയിട്ട് കിട്ടിയില്ല. എങ്കിൽ കിട്ടുന്ന വരേണ്ട തപ്പ്. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. തുള്ളിക്കാരൻ നാരായണ പേപ്പർ റൈസാൾ മുമ്പിൽ വെച്ച് കഴിഞ്ഞു. അതെടുത്ത് മാറ്റി നിങ്ങൾ നോക്കുമ്പോൾ റൈസാൾ എന്നെ സംശയിക്കൂലേ? എന്റെ വണ്ടി തെറ്റും നമ്പീശ. വണ്ടി നാളെ ഉണ്ടാവും. നിങ്ങളോട് തത്ത പോലെ പറഞ്ഞു തന്നല്ലേ എന്നെ വന്ന് രാത്രി കാണാൻ. അപ്പൊ പണം ശരിയായില്ലോ നമ്പീശ. ഉണ്ടല്ലോ, പണത്തിന് കാര്യം പതുക്കെ പറ. വിജിലൻസ് എൻഫോഴ്സ്മെന്റ് ഒക്കെ മരത്തിൽ വരെ ഉണ്ടാവും. പണിട്ട് കൊണ്ടൊന്നുമില്ല, എന്റെ പണിയും പോക്കൂ. നമ്പീശ ഒന്ന് നടക്കൂല രാഘവ. ഞാൻ കുംഭകോണത്ത് നിന്ന് വരിക. ഒളിച്ചോട്ടായിരിക്കും. പെണ്ണെവിടെ? പെണ്ണോ? ആദ്യം ഒരു അപേക്ഷ എഴുതി തരാം. സംഗതി ഞങ്ങൾ നോട്ടീസ് ബോർഡിൽ ഇടും. എതിർപ്പുകളൊന്നും ഇല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് കല്യാണം രജിസ്റ്റർ ചെയ്യാം. നമ്പീശ സാർ, അല്ല, ഞാൻ വടക്കേടത്ത് പരമേശ്വരൻ മകൻ സുരേഷ് മുദ്രപത്രം എടുക്കും. ഇവിടുന്ന് 25 കൊല്ലം മുമ്പ് നാട് വിട്ടുപോയ എന്റെ അച്ഛൻ ഓരോരു വോട്ടറോ ജീവിച്ചിരിക്കുന്ന ഒരു കാര്യം നോക്ക്, അത്ര തന്നെ. അതല്ലേ വിമാനത്താവളത്തിന്റെ ഓ, അച്ഛൻ വിമാനത്തിൽ കയറിയാണ് നാട് വിട്ടത്. സാർ, അല്ല, ദയവ് ചെയ്ത് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. എടോ, ഇന്ന് ഇവിടെ 10-15 സ്വത്ത് ഉണ്ട്. 2 കല്യാണം കഴിഞ്ഞു. 2 കല്യാണ പാർട്ടീസ് ഇപ്പൊ എത്തും. എനിക്ക് ആധാരത്തിന്റെ കോപ്പി വേണം. സർവേ നമ്പർ 217/2C. ഓ, അതിനായിരുന്നു രാത്രി തന്നെ വീട്ടിൽ വന്ന് കാണും. അയ്യോ, എനിക്ക് ഇന്ന് തന്നെ പോകണം. അതിന് ഞാൻ എന്ത് വേണം? സർവേ നമ്പർ എത്ര എന്നാ പറഞ്ഞത്? 217/2C. ഉടമസ്ഥന്റെ പേര്? VK നരേന്ദ്രൻ. ഉടമസ്ഥൻ തന്നെയുള്ള ബന്ധം? ഞാൻ മകനാ. അച്ഛൻ ഇവിടുന്ന് പോയിട്ട് എത്ര കാലായി? 25 വർഷമായി. ഇത്രയും കൊല്ലം പഴക്കമുള്ള ആധാരം. എടോ, അതൊക്കെ ചെതിലെടുത്ത് കാണും. ഒന്ന് നോക്കിയിരുന്നെങ്കിൽ. നോക്കാം. താൻ പോയി 5-6 മാസം കഴിഞ്ഞിട്ട് വാ. അയ്യോ, അതിനൊന്നും നടക്കൂലാണ്. അമ്മേ, ആ പലിശക്കാരൻ ഭാർഗവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. അവൻ എന്തിനാ വരണേ? അവന്റെ കയ്യിൽ നിന്ന് 1000 രൂപ ഞാൻ വാങ്ങിച്ചില്ലേ? പലിശ കൊടുക്കാൻ ഒരു ദിവസം മുടങ്ങിപ്പോയതിന് 100 രൂപ കൂടുതൽ വേണമെന്ന്. ഞാൻ ജീവനുണ്ടെങ്കിൽ കൊടുക്കില്ല. ശേഖരൻ എന്നെ കണ്ടതും അവൻ ഇങ്ങോട്ട് ഓടി വന്നതും ഞാൻ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് അവനിവിടെ ഇല്ല എന്നുള്ള നുണ ചെലവാക്കണ്ട. ഞാൻ അവന് കൊടുത്ത രൂപ മരത്തിൽ നിന്ന് പറിച്ചെടുത്തതല്ല. മര്യാദക്ക് ഇറങ്ങി വരാൻ പറ, ഇല്ലെങ്കിൽ ഞാൻ അകത്ത് കയറി പിടിച്ചിറക്കും. അതൊന്ന് കാണണമല്ലോ. കാണിച്ചുതരാം. എടാ ശേഖര, 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 നിന്നെ ഇന്ന് പട്ടി ഭരണി പൊട്ടിച്ചും പോരാ പട്ടിന്നും വിളിക്കുന്ന. അതല്ല, എന്നെ പട്ടി. ഇവിടെ നഷ്ടം വെച്ചേരാം. അയ്യോ പട്ടി. 25 കൊല്ലമായിട്ട് ഉടമസ്ഥൻ സ്ഥലത്തില്ലാന്നും ഇനി ഒരിക്കലും വരില്ലാന്നും പറഞ്ഞല്ലേ 65 സെന്റ് സ്ഥലം താൻ കൈവശപ്പെടുത്തി. ഇപ്പൊ അത് ഉടമസ്ഥന്റെ മോൻ വന്നിരിക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ അളിയൻ വില്ലേജ് ഓഫീസറെ നിർബന്ധിച്ച് കൃത്രിമരേഖ ഉണ്ടാക്കി തനിക്ക് വേണ്ടിയിട്ടാ. താൻ ഞങ്ങളെ രണ്ടാളെ ആപ്പിലാക്കരുത്. എന്റെ ഈശ്വര, ഒരു കാലത്തും വരില്ല എന്ന് വിചാരിച്ച ഈ കാർക്കോടകന്മാര് ഈ ഉടമസ്ഥന്റെ മകൻ എന്ന് പറയുന്ന ചെക്കനെ നമ്പീശൻ എവിടെ കണ്ടു? അടിയാധാരം തപ്പാൻ അവൻ രജിസ്റ്റർ ഓഫീസിൽ വന്നെന്ന്. അടിയാധാരം തപ്പിയെടുത്താൽ ഞാൻ വഴിയാധാരാകും. ഒരാധാരവും കൊടുക്കരുത്. തഹസിൽദാർ എനിക്ക് ഉറപ്പ് തന്നതാ 1 മാസത്തിനകം പണം തരാമെന്ന്. അതും കണ്ടോണ്ട് ഞാൻ എന്തൊക്കെ പ്ലാൻ ഇട്ടതാ. എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. സംഗതി വെളിയിലായാൽ ഞാനും താനും എന്റെ അളിയനും അകത്താ.
ഇതാരാ ശാരദടുത്തി? ആ എന്താ നോക്കുന്നേ? വലുതും കളഞ്ഞു പോയോ? ഇല്ല, എന്റെ അച്ഛന്റെ ഒരു 65 സെന്റ് സ്ഥലം. എവിടെ? അതായി നോക്കുന്നേ. സർവേക്കല്ല് കണ്ടിരുന്നെങ്കിൽ 217/2C അതാ നമ്പർ. വല്ലയിടത്തും കണ്ടോ? സ്വന്തം സ്ഥലം നമ്പർ നോക്കി കണ്ടുപിടിക്കണോ? ഈ വിമാനത്താവളത്തിന്റെ പണി തീരാൻ എത്ര കാലം പിടിക്കും ശാരദടുത്തി? എത്ര കാലം പിടിച്ചാൽ എന്താടി? നമ്മുടെ നാട്ടിലൊരു വിമാനത്താവളം ഉണ്ടാവാന്ന് പറഞ്ഞാ അത് തന്നെ ഒരു മഹാഭാഗ്യമല്ലേ? കല്യാണ സമയത്ത് എന്റെ ജാതകം നോക്കിയപ്പോ അതിലുണ്ടായിരുന്നു വിമാനത്താവളോ. അല്ല, എനിക്ക് വിമാനത്തിൽ കയറാനുള്ള ഭാഗ്യമുണ്ടെന്ന്. ആണോ? നല്ല കണിയന്മാര് ജാതകം എഴുതിയാ പിഴക്കില്ല. ബസിന്റെയും കാറിന്റെയും 10 ഇരട്ടി സ്പീഡാത്ര വിമാനത്തിന്. നമുക്ക് ഇപ്പൊ പെട്ടെന്ന് കാശ്മീർ ഒന്ന് പോണോന്ന് വിചാരിക്കുക. കേറിയിരുന്ന അരമണിക്കൂർ. അതിന് നമ്മളെന്തിനാ കാശ്മീരിൽ പോണേ? അങ്ങനെ വിചാരിക്കാനാ ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് കുറെ വിരുന്നുകാർ കയറി വന്നു. നോക്കുമ്പോ മീനില്ല, പച്ചക്കറി ഇല്ല. 10 കിലോമീറ്റർ അപ്പുറത്തുള്ള മേലത്തങ്ങാടി പോണം. 1 മിനിറ്റ് അങ്ങോട്ട് 1 മിനിറ്റ് ഇങ്ങോട്ട്, ആകെ കൂടി 5 മിനിറ്റ് കൊണ്ട് സാധനം വാങ്ങി വീട്ടിലെത്താം. പക്ഷെ വിമാനത്തിന്റെ ടിക്കറ്റിന് വലിയ വിലയല്ലേ? അയ്യോ, നാട്ടുകാർക്ക് കൺസെഷൻ കിട്ടുമല്ലോ. ആ ഓർഡർ ഉണ്ടോ? കലക്ടറുടെ ഓർഡർ ഉണ്ടോന്ന്? എന്തിന്? ഈ സ്ഥലത്ത് പ്രവേശിക്കാൻ ഓർഡർ ഉണ്ടെങ്കിൽ എടുക്കൂ. ഞാൻ എന്റെ അച്ഛന്റെ 65 സെന്റ്. നിങ്ങൾ ഇതിനകത്ത് അതിക്രമിച്ച് കയറിയത് എന്തിനാണ്? ഈ സ്ഥലത്തിന്റെ ഉത്തരവാദിത്വം കലക്ടർ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ചില തീവ്രവാദികൾ നടക്കുന്നുണ്ട്. ബോംബ് വെക്കാൻ, വിമാനത്താവളത്തെ അട്ടിമറിക്കാൻ. അതിൽപ്പെട്ട ആളാണോ താൻ? അയ്യോ, ഞാൻ സത്യമായിട്ടും വിമാനത്താവളം വരണമെന്ന് ആഗ്രഹിക്കുന്നവനാ. 217/2C എന്റെ അച്ഛന്റെ. ഏതച്ഛൻ? അച്ഛൻ VK നരേന്ദ്രൻ. എന്റെ ജീവന്റെ ജീവനായ VK നരേന്ദ്രേട്ടന്റെ മോനാണോടാ നീ? മോനെ, എവിടെ എന്റെ നരേന്ദ്രേട്ടൻ? പറയൂ, എവിടെ എന്റെ നരേന്ദ്രേട്ടൻ? അച്ഛൻ ഇവിടെ അല്ല, അവിടെ. വേണ്ട, ഒന്നും ഇനി പറയണ്ട. മോന്റെ കൂടെ വാ, എന്റെ കൂടെ. മനസ്സിലായി, എല്ലാം മനസ്സിലായി. വാ. അപ്പൊ ആധാരത്തിന്റെ കോപ്പി വേണം. അത് കാണിച്ച് ഭൂനികുതി അടക്കണം, കൈവശരേഖ ഉണ്ടാക്കണം, കാശ് വാങ്ങണം, പോണം. അത്രയല്ലേ ഉള്ളൂ? അതെ. നിനക്കൊരു കാര്യം അറിയോ? ഇല്ല. നരേന്ദ്രൻ നിന്റെ അച്ഛനല്ല. എനിക്ക് അദ്ദേഹം എന്റെ നരേട്ടനായിരുന്നു. എന്നെ അദ്ദേഹം ഭാർഗു എന്നാണ് വിളിച്ചിരുന്നത്. അതൊന്നും മൂപ്പർക്ക് ഇപ്പൊ ഓർമ്മയുണ്ടാവില്ല. 10-25 കൊല്ലം കഴിഞ്ഞില്ലേ? നീ ബ്രേസ്ലെറ്റ് കണ്ടോ? ഈ വാച്ച് കണ്ടോ? നിന്റെ അമ്മയുടെ കൂടെ ഒളിച്ചോടുന്നതിന് തൊട്ട് മുമ്പ് നരേട്ടൻ ഊരി തന്നതായി എനിക്കിത്. ഒളിച്ചോടുന്നതിന്റെ വെപ്രാളത്തിനിടയ്ക്ക് അച്ഛൻ എന്തിന് ഇതൊക്കെ ഊരി തന്നു? അതെനിക്കും മനസ്സിലായിട്ടില്ല. പക്ഷെ ഊരി തന്നു. ആ നന്ദി സ്നേഹവും ഞാൻ മറക്കാൻ പാടുണ്ടോ? അതുകൊണ്ട് ഈ സ്ഥലത്തിന്റെ എല്ലാ ഏർപ്പാടുകളും മോൻ എനിക്ക് വിട്ടേക്ക്. അടുത്ത ബസ്സിൽ കയറി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കുംഭകോണത്തേക്ക് വിട്ടോ. അയ്യോ, പണം വാങ്ങാതെ ഞാൻ എങ്ങനെ? എവിടുന്ന് പണം വാങ്ങാൻ? ഇവിടെ ഇപ്പൊ ട്രഷറി പോലും ഇല്ല. മാത്രമല്ല, ഈ നാട്ടിൽ നിറച്ച് കൊലയാളികളാ മോനെ. പരസ്പരം കൊന്നു ഹരം കയറി തക്കം കിട്ടിയാൽ ആരെയും കൊന്നുകളയും. മോൻ മരിച്ചാ പിന്നെ എന്റെ നരേട്ടൻ ആരുണ്ടടാ? ദാ ഒരു ബസ് വരുന്നുണ്ട്. എല്ലാം ശരിയായാൽ ഞാൻ കമ്പി അടിക്കും. എന്നിട്ടേ ഇങ്ങോട്ട് വരാവൂ. വാ. ഒന്നുകൂടെ 2 ദിവസം കഴിഞ്ഞിട്ട്. മൂത്തവര് പറയുന്ന അനുസരിക്കും മോനെ. കയറി. അല്ല, ഒന്നുകൂടെ കയറാനല്ലേ പറഞ്ഞു. കമ്പി അടിക്കാൻ മറക്കരുതേ. അളിയൻ ഒരുത്തന അതിന് കാരണം. കൈവശക്കാരൻ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞല്ലേ എന്നെ കൊണ്ട് തണ്ടപ്പേര് തിരുത്തിച്ചത്. എന്റെ നാരായണ, 25 കൊല്ലമായിട്ട് അഡ്രസ് ഇല്ലാത്ത കിഴങ്ങന്മാർ ഇപ്പൊ ഇങ്ങോട്ട് കിട്ടിയത് ഞാൻ വിചാരിച്ചോ? പിടിക്കപ്പെട്ട ആ നിമിഷം എന്റെ പണി പോവും. ഞാൻ കമ്പി അടിക്കാതെ അവൻ വരില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ സാറേ? ചാരായം നിരോധിച്ച പാർട്ടിക്കാണ് ഞാൻ ഇത്തവണ വോട്ട് ചെയ്തത്. ആ ചാരായം ഉണ്ടായിരുന്നെങ്കിൽ ഈ ചാരായം കുടിക്കാൻ പറ്റില്ലായിരുന്നല്ലോ. അതെ, ഞങ്ങൾ ഇവിടെ സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. മാധവൻ ഒന്ന് അങ്ങോട്ട് പോയെ. കള്ളച്ചാരായം വെക്കണോടത്താണോ സീരിയസ് സംസാരം? എനിക്കൊന്നും വേണ്ട. കൂടിയാളിയാ. അല്ല, കമ്പി കിട്ടിയാലേ അവൻ വരുമെന്ന് പറഞ്ഞു. പക്ഷെ കമ്പി കിട്ടാതെയും അവന് വേണമെങ്കിൽ വരാലോ. അളിയ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ പേരിൽ വല്ല കേസോ അന്വേഷണമോ വന്നാൽ ആ നിമിഷം അളിയന്റെ പെങ്ങളും മക്കളും അളിയന്റെ വീട്ടിലെത്തിയിരിക്കും. കേട്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത 5 കൊല്ലക്കാലം ഏതു പാർട്ടി നമ്മളെ ചൂഷണം ചെയ്യണോന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുന്ന ഒരു പരിപാടി. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ തെങ്ങ് നമ്മൾ ചെത്തുന്നു, നമ്മൾ കുടിക്കുന്നു. അതിന് ഈ സർക്കാരിന് എന്തിനാ ക്രിമികടി? അല്ലാന്ന് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ കാശ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാ പിന്നെ അവൻ വന്നാലെന്ത് പോയാലെന്ത്?
പണം കിട്ടിയാലും ഉടമസ്ഥൻ വിചാരിച്ച കേസ് കുത്തിപ്പോക്കാം. അത് പ്രശ്നമല്ല, കാശ് കിട്ടിയാൽ ആ നിമിഷം ഞാൻ നാടുവിടും, പിന്നെ ഇങ്ങോട്ട് മടങ്ങി വരില്ല. അത് ശരി, അപ്പൊ ഞാൻ കേസ് കൊടുങ്ങിക്കോട്ടെ. അല്ലേടാ ദ്രോഹി. ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ, അവൻ മടങ്ങി വരില്ല. ഭാർഗവേട്ട, നീ എന്തിനു പിന്നെ വന്നു? കമ്പി അടിക്കാൻ ഞാൻ പറഞ്ഞല്ലേ. കമ്പി അടിക്കണമെങ്കിൽ ചേട്ടൻ എന്റെ മേൽവിലാസം അറിയില്ലല്ലോ. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർത്ത്. പിന്നെ ഞാൻ രാത്രി പ്ലാറ്റ്ഫോമിൽ തന്നെ കിടന്നു. നീ എവിടെ കിടന്നു എന്ന് ഞാൻ ചോദിച്ചില്ല. കേറി വാ, മേൽവിലാസം തന്നിട്ട് പെട്ടെന്ന് സ്ഥലം വിട്ടോളണം. ആ കേറി വരാൻ. ആ പെട്ടിയും കൊണ്ടൊക്കെ അവിടെ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് ആ കയറി ചാടി പിടി. ഓ എന്താ 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 എന്താ? കയറ് പൊട്ടി. താനായിരുന്നോ? വല്ലതും പറ്റിയോ? എന്റെ കയറ് പോയി. മനുഷ്യനെ കൊല്ലാനാണോ ഇതുപോലെ ഏടാകൂടങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കണേ? തന്നെ പോലുള്ള ഏഴാം കൂലികൾ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരാതിരിക്കാനാ. എന്താടാ പറഞ്ഞത്? കുറെ നാളായി നിന്നെ ഞാൻ മുന്തോ വീഴ്ചയെ പറ്റിയ വേദന സാരമില്ലായിരുന്നു. വിമാനത്താവളത്തിന്റെ പണം വാങ്ങാൻ കുംഭകോണത്ത് വന്നാ സ്വാമി. എന്താടോ എല്ലാം ശരിയായോ? രജിസ്റ്റർ ഓഫീസിൽ പോയിരുന്നു, പക്ഷെ അവിടെ ആധാരത്തിന്റെ കോപ്പി കിട്ടിയില്ല. എന്നിട്ട് എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് കമ്പി അടിക്കാമെന്ന് ഭാർഗവട്ടം പറഞ്ഞു. ഈ കള്ളനോ? കള്ളൻ നിന്റെ വല്യപ്പൻ. നിന്നെ എന്ത്? അയ്യോ വേണ്ട, ഭാർഗവട്ടൻ എന്റെ അച്ഛന്റെ ബന്ധുവാ എന്ന് ഇവൻ പറഞ്ഞോ? ആ ഒരു ബന്ധു. നീടുവാ. ജയകാന്ത അയാൾ ചതിക്കും. മേൽവിലാസം തന്നിട്ട് പോയിക്കോ. ഇങ്ങോട്ട് ഇറങ്ങി വന്ന കല്ലെറിഞ്ഞ് കൊല്ലി ഞാൻ. അകത്ത് പോടാ. വാ, അച്ഛൻ തന്ന പവർ ഓഫ് അറ്റോർണി ഉണ്ടെന്നല്ലേ പറഞ്ഞു. എടുക്ക കാണട്ടെ. വടക്കേ കുന്നത്ത് നരേന്ദ്രന്റെ അച്ഛനെ അറിയോ? നരേന്ദ്രന്റെ മോനാണോ നീ? ഞാൻ എന്തായി കേക്കണേ? 25 വർഷമായിട്ട് ഒരു വിവരമില്ലാതെ. നിനക്കറിയോ, അവൻ എനിക്ക് എന്റെ അനിയനെ പോലെയായിരുന്നു. അവൻ എഴുതിയ എത്ര പാട്ടുകൾ ഞാൻ ട്യൂൺ ചെയ്തിരിക്കുന്നു. അല്ല, നരേന്ദ്ര ഇപ്പൊ എങ്ങനെ ഇരിക്കണു? സുഖാണോ? അതെ. അവൻ എന്താ വരായിരുന്നത്? ഓ, വന്നാ ശരിയാവില്ലോ അല്ലേ? നീ എന്റെ കൂടെ വാ. ആധാരം കയ്യിലില്ലെങ്കിൽ അടുത്ത നടപടി എന്താണെന്ന് നമുക്ക് കൈമൾ വക്കീലോട് ചോദിക്കാം. വാ. ജയകാന്ത വേണ്ട, വക്കീലന്മാർ ഇടപെട്ടാൽ ആകെ കുലുമാലായി പോവും. കൊന്നുകളി ഞാൻ. കാക്കവളപ്പിൽ ഇബ്രാഹിം, അനുജൻ ഐദ്രോസ്. അങ്ങോട്ട് മാറി. സാക്ഷികളാരാ? സാക്ഷികളെ പുറത്തു നിർത്തിയിട്ടുണ്ട് സാർ. വിളിച്ചോളൂ. ഓ, ആ സാക്ഷികളെ. എന്റെ ഈശ്വര സാർ, ഞാനിപ്പോ ചാവും. ഭയങ്കര വയറ്റുവേദന. ഒന്ന് കക്കൂസ് പോണം. ഞാൻ നക്സൽ വാസു. 5-8 ബൂർഷാസികളെ കൊന്നിട്ടുണ്ട്. കുറെ കാലം ജയിലിൽ കിടന്നിട്ടുണ്ട്. കൂടുതലൊന്നും ഇപ്പൊ പറയുന്നില്ല. എന്റെ ആത്മകഥ വാരികയിൽ ഗണ്ടശ പ്രസിദ്ധീകരിക്കും. അപ്പൊ വായിച്ചു നോക്കിയാൽ മതി. ഇതെന്റെ ആത്മസുഹൃത്തിന്റെ മോനാ. കുംഭകോണം. പുറത്തു പോകണം. ഇത് നിങ്ങൾക്ക് പ്രസംഗിക്കാനുള്ള സ്ഥലമല്ല, രജിസ്റ്റർ ഇടയ്ക്കാണ്. പുറത്തു പോകാൻ. ഞാനൊരു നക്സലൈറ്റ് ആണ്. നക്സലൈറ്റ് ആയാലും സാറ്റലൈറ്റ് ആയാലും പുറത്തു പോകണം. പുറത്തു പോകാനല്ല പറഞ്ഞു. ഒരു കഷ്ടാത്. പ്രിയപ്പെട്ട അമ്മമാരെ, പെങ്ങന്മാരെ, ഭാര്യമാരെ, അച്ഛന്മാരെ, അമ്മാവന്മാരെ, ഇന്നിവിടെ നടക്കാൻ പോകുന്ന മഹാജാഥയെ കുറിച്ച് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് കേരള സിംഹം ശ്രീമാൻ ജോണി വെള്ളിക്കാല നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട നാട്ടുകാർ, ഈ ജോണി വെള്ളിക്കാലയെ നിങ്ങൾക്കറിയാം. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന ഒരു സത്യം നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതായത് ഏകദേശം 2 വർഷം മുമ്പ് ഞാൻ നേരെ ഡൽഹിക്ക് പോയി. കേന്ദ്ര ഗവൺമെന്റിനെ നേരിട്ട് കണ്ടു. പരുത്തിപ്പാറയിലെ പട്ടിണി പാവങ്ങളായ ജനങ്ങൾക്ക് ഒരു വിമാനത്താവളം കിട്ടിയേ തീരുവെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ആദ്യമൊന്നും അവരെന്റെ ആവശ്യം ചെവി കൊണ്ടില്ല. പക്ഷേ ഞാൻ വിട്ടില്ല. ഒരു ദിവസം ക്ഷമകെട്ട ഞാൻ ഒരു കേന്ദ്രമന്ത്രിയുടെ ചേട്ട് തടിച്ചു. ഒടുവിൽ നിവൃത്തിയില്ലാതെ അവർ നമുക്ക് വിമാനത്താവളം തന്നു. പക്ഷേ ഈ പഞ്ചായത്തിലെ ഭരണപക്ഷം ഈ വിമാനത്താവളത്തിനെതിരാണ്. 3 നേരം കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്ത
ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത, ഒരു ദിവസം 3 ദിനേശ് പീടി പോലും തികച്ചു വലിക്കാൻ കഴിവില്ലാത്ത ഈ പഞ്ചായത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ വിമാനത്താവളവും ഭരണപക്ഷം നിഷേധിച്ചിരിക്കുകയാണ്. ജനങ്ങൾ കുടിവെള്ളം ചോദിച്ചാൽ ചെളിവെള്ളം കൊടുക്കുന്ന ഈ ഭരണകക്ഷിക്കാരെ ചൂലുകൊണ്ട് അടിച്ചിറക്കണം. ഇവറ്റകൾ അധികാരത്തിൽ വന്നതിന് ശേഷം പുരോഗതിയെല്ലാം പിന്നോട്ടാണ്. പിന്നോട്ട് പിന്നോട്ട് പിന്നോട്ട്. ഈ പിന്നോട്ട് പോക്കിനെ പറ്റി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ഇതാ ജനപിന്നോക്ക യാത്ര ആരംഭിക്കുകയാണ്. ജനപിന്നോക്ക യാത്ര, ജനപിന്നോക്ക യാത്ര, ജനപിന്നോക്ക യാത്ര. മാർച്ച്. വെള്ളിക്കാല നേതാവേ, വെള്ളിക്കാല നേതാവേ, ജനപിന്നോക്ക യാത്ര. എന്തായി മോനെ? പേടിച്ചു പോയോ? ഇപ്പൊ ഇതിനകത്തുള്ള അപകടം ഇല്ലാത്ത പോകുമ്പോ എതിരാളികളെ പേടിപ്പിക്കാൻ. എന്തായി, പണം കിട്ടിയോ? ഇല്ല, ആധാരം വേണോന്ന് പറഞ്ഞു. രജിസ്റ്റർ ഓഫീസിൽ ചെന്നപ്പോ ഉടനെ ആധാരം കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ടൊന്ന് പറയിപ്പിക്കാൻ പോകുന്ന വഴിയാ. പോട്ടെ. ഏയ് മിസ്റ്റർ, ഇയാൾ എന്തായി കാണിച്ചേ? ഇത് ആൾക്കാർക്ക് വഴി നടക്കാനുള്ള സ്ഥലം അറിഞ്ഞൂടെ? അവിടെ നിൽക്കണം. ഇയാൾ എന്താ ഊമയാണോ? എന്റെ ഒരു രാമ്പിള തമ്മിലെ വ്യത്യാസമേ ഇല്ലേ, എല്ലാമേ ഒരേ കുഴപ്പം. ഇയാൾക്കെന്താ മലയാളം അറിഞ്ഞൂടെ? ഇയാളോടാ ചോദിച്ചേ. ഞാൻ വന്ന് കുംഭകോണം. കുംഭകോണോ? ആമാങ്ക. അപ്പോ ആമാങ്ക ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് എവിടെന്നെങ്കിലും ഒരു മൺവെട്ടി വാങ്ങിക്കൊണ്ട് വന്ന് ആ മണ്ണ് കോരി ദൂരെ കൊണ്ടിട്ട്. നീങ്ക എന്നാ പേസതെന്ന് എനിക്ക് പുരിയല്ലേ. പാണ്ടി, ஐயோ அம்மா, நான் ஒரே பிஸி. இங்க ஏர்போர்ட் வருதில்லை, அந்த காசு வாங்க வந்திருக்கேன். அங்க இங்க எல்லாம் போய் நிறைய பேரை பார்க்க வேண்டியிருக்கு. கொஞ்சம் கூட டைம் இல்லை. ஏய் மிஸ்டர், I won't allow you to go like that. Clean the place and go. எனக்கு இங்கிலீஷும் புரியாது. யோ, நான் என்ன பெரிய தப்பு பண்ணேன்? அப்படி ஆனா கூட அது கேட்கறதுக்கு நீ யாரு? இது இந்தியா, நான் ஒரு இந்தியாக்காரன். எனக்கு பிடிச்ச இடத்துல ஒண்ணுக்கு போவேன். நீ ஒரு பொம்பளை, ஒரு ஆம்பளை கிட்ட இந்த மாதிரி பேசுறதுக்கு உனக்கு அச்சம் இல்லை, வெக்கம் இல்லை? ஏய் மிஸ்டர், அட போடி. ഇത് ഇങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. അതെ അതെ, രണ്ടിലൊന്നും അറിയണം. ആഹാ, ആ പ്രസിഡന്റ് അവിടെ വന്നില്ല. ദാമോട്ടനും ദാസനും അവര് കൃത്യസമയത്ത് എത്തി ചീട്ടുകൾ തുടങ്ങിയ. ആ രാവിലെ തന്നെ നിരത്തിയല്ലേ? ദേ, ആ തല തെറിച്ചോൾ ഇന്നലെ ചെയ്ത പ്രവൃത്തി അറിഞ്ഞ മിണ്ടല്ലേ കാണാനായിട്ട് എനിക്ക് ലൈഫ് കിട്ടിയിട്ടില്ല. ഇവിടെ പാർട്ടിയുടെ ലൈഫ് അവള് കളയും. അപ്പോഴവന്റെ ഒരു വെളുപ്പിനെ 3 മണിക്ക് മണൽ വാരിക്കൊണ്ടിരുന്ന ചന്ദ്രനെയും ദാസപ്പനെയും അവള് പോലീസുകാരെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചു. അയ്യോ, എന്നിട്ട് കണാരേട്ടൻ ഉടനെ ജില്ലാ സെക്രട്ടറി വിളിച്ചു. ആളെ സ്ഥലത്തില്ല. ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അപ്പോഴേക്കും പോലീസുകാർ ചന്ദ്രനെയും ദാസപ്പനെയും ഇടിച്ചൊരു പരിവാക്കി കഴിഞ്ഞു. മാത്രമല്ല, ഞാൻ പറഞ്ഞിട്ടാണ് മണൽ വാരിയെന്ന് ഇമാര് പോലീസുകാർക്ക് മൊഴിയും കൊടുത്തു. ആ ഇൻസ്പെക്ടർക്ക് അപ്പൊ തന്നെ എന്നെ അറസ്റ്റ് ചെയ്യണം. എന്റെ ദാമോട്ടാ, അക്ഷരാർത്ഥത്തിൽ ഞാൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്തോ ചെയ്യുന്നു പറ. ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മളെ പോലുള്ള സാധാ മെമ്പർമാരുടെ കാര്യം പറയാനുണ്ടോ? വിനോദിനി മോളെ, മോള് നമ്മുടെ പാർട്ടിയുടെ പ്രസിഡന്റ് അല്ലേ? അല്ലല്ലോ, ഞാൻ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. അല്ല, അതെ. എന്നാലും സ്ത്രീ സംവരണം മൂലം 7ാം വാർഡിൽ മോളെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കി പാർട്ടി വോട്ടിൽ ജയിക്കുകയും ചെയ്തു. അതെ, എന്നിട്ട് 7ാം വാർഡിന് ദോഷം വരുന്ന വല്ല കാര്യം ഞാൻ ചെയ്തോ? 7ാം വാർഡിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലല്ലോ മോളെ നമ്മുടെ പാർട്ടി. എന്ന് വെച്ചാൽ കണാരേട്ടന്റെയും ശിങ്കിടികളുടെയും താല്പര്യം കൂടി പാർട്ടി പരിഗണിക്കണം. മോൾ എന്നെ പാർട്ടിക്കാരും ഒന്നും പഠിപ്പിക്കല്ലേ. മോള് ജനിക്കുന്നതിന് മുമ്പ് കൊടിയും പിടിച്ച് നടന്നിട്ടുള്ളവനാ ഞാൻ. എന്നിട്ടും ആ കൊടിയെ അപമാനിക്കാൻ നാണല്ലേ? 96-ലെ പഞ്ചായത്ത് ആക്ടിലെ 245-ാം വകുപ്പ് പ്രകാരം പൊതുസ്ഥലങ്ങളിൽ നിന്ന് മണൽ വാരാൻ പാടില്ല. വായിച്ചു നോക്കണം. ഇതൊക്കെ ഞാൻ കുറെ വായിച്ചിട്ടുള്ളതാണേ. അപ്പൊ പിന്നെ ഞാൻ പറയാതെ തന്നെ അറിയാലോ. 12A വകുപ്പ് പ്രകാരം മണൽ വാരിച്ച കേസിൽ കണാരേട്ടൻ ശിക്ഷിക്കപ്പെടും. അതോടെ പഞ്ചായത്ത് അംഗത്വം നഷ്ടപ്പെടും. അത് നഷ്ടപ്പെടുന്നതിന് മുമ്പ് നിന്റെ പ്രസിഡന്റ് സ്ഥാനവും ഞങ്ങൾ തെറിപ്പിക്കും. അവിശ്വാസ പ്രമേയം നടക്കില്ല. കാരണമില്ലാതെ പ്രസിഡന്റിനെതിരെ വോട്ട് ചെയ്താൽ പാർട്ടി തന്നെ പുറത്താവും. ഞങ്ങളെ രഹസ്യ ബാലറ്റ് ഉപയോഗിക്കും. അതൊട്ടും നടക്കില്ല. 14 അധ്യായം ഒന്ന് വായിച്ചു നോക്കണം. ഓപ്പൺ ബാലറ്റ് വഴി മാത്രമേ വോട്ടിംഗ് നടക്കൂ. മാത്രമല്ല, ബാലറ്റ് പേപ്പറിന് പുറത്ത് സ്വന്തം പേരും ഒപ്പും രേഖപ്പെടുത്തണം. നോക്കൂ. പാവം, ആ പുസ്തകം എന്ത് കുറ്റം ചെയ്തു? കണാരേട്ടൻ തന്നെ ആ പുസ്തകം എടുത്തും കൂടെ വെച്ചോളൂ.
ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. പഞ്ചായത്തിന്റെ ഭരണഘടന അത്. എന്ത് വലിയ കുറ്റാന്നറിയോ? ഒരുപാട് വർഷങ്ങൾ ഗോതമ്പുണ്ടയും കഴിച്ച് ജീവിക്കേണ്ടി വരും. രക്ഷില്ല കണ്ണാരേട്ടാ, പുസ്തകം പോയിട്ട് എടുത്തോ. പോയെടുത്തോളൂ. എടുത്തോ. വാ, നമുക്ക് വേറെ വഴികൾ ആലോചിക്കാം. ഒരാള് കാണാൻ വന്നിട്ടുണ്ട്. മീറ്റിംഗ് തുടങ്ങാൻ സമയമായി, കഴിഞ്ഞിട്ട് കാണാന്ന് പറയൂ. മീറ്റിംഗ് കഴിഞ്ഞാൽ ഇനി പ്രസിഡന്റ് കാണാൻ പറ്റൂ. എനിക്കൊരു 2 മിനിറ്റ് മതി. ഇല്ലില്ല, പ്രസിഡന്റ് പറഞ്ഞതാ. ഞാനങ്ങ് ദൂരെ കുംഭകോണത്തുനിന്ന് വരികയാണേ. എവിടെ നിന്ന് വരികയാണെങ്കിലും ഇപ്പൊ കാണാൻ പറ്റില്ല. ഞാൻ വില്ലേജ് ഓഫീസിൽ പോയി, രജിസ്റ്റർ ഓഫീസിൽ പോയി. പ്രസിഡന്റ് അവിടെ ഒന്ന് വിളിച്ചു പറഞ്ഞ ഉടനെ കാര്യം നടക്കും. എനിക്കിന്ന് വൈകുന്നേരത്തെ വണ്ടിക്കാണ് തിരിച്ചു പോകാനുള്ളതാണേ. ശങ്കരേട്ടാ, അയാളോട് വരാൻ പറയൂ. ആ, അപ്പൊ ചെന്നോ. ഓ, ശങ്കരേട്ടാ, എന്തോ ഇയാൾ ഓടുകയാണെങ്കിൽ പിടിച്ചോളാം. മനസ്സിലായോ? മലയാളം തെരിയുമാ? ഇംഗ്ലീഷ് തെരിയുമാ? 98-ൽ ഉണ്ടാക്കിയ വകുപ്പ് 25 പ്രകാരം പൊതുസ്ഥലങ്ങൾ വൃത്തികേടാക്കിയാൽ 500 രൂപ പിഴ അടയ്ക്കണം. കാശെടുത്തോളൂ. എനിക്കറിയില്ലായിരുന്നു. ശിക്ഷയുള്ള കാര്യം അതല്ല, പ്രസിഡന്റ് ആണെന്നുള്ള കാര്യം. അത് സാരല്ല. പ്രസിഡന്റിനെ എടി പൊടിയെന്ന് വിളിച്ചതിന് പ്രത്യേക ശിക്ഷയൊന്നുമില്ല. പക്ഷെ ഒരു സാധാരണ പെണ്ണിനെ ചീത്ത വിളിച്ച് അപമാനിച്ചതിന് ശങ്കരേട്ടാ, പോലീസ് സ്റ്റേഷന്റെ നമ്പർ എത്രയാ? 523828. അയ്യോ, ദയവ് ചെയ്ത് ഒരു നിമിഷം. എത്രയോ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് പരുത്തിപ്പാറയിലെത്തി. വണ്ടി ഇറങ്ങിയ നിമിഷം മുതൽ ഞാൻ ചെന്ന് ചാടാത്ത ഏടാകൂടങ്ങളില്ല. തെറ്റുമുഴുക്കൻ എന്റെയാ. സർവേ നമ്പർ 218/2C എന്റെ അച്ഛന്റെ സ്ഥലമാ. അതിന്റെ പണവും വാങ്ങിച്ച് എത്രയും പെട്ടെന്ന് ഞാൻ പോയിക്കോളാം. ഇനി ജീവിതത്തിൽ ഒരിക്കലും ഈ പഞ്ചായത്തിനകത്ത് ഞാൻ മൂത്രമൊഴിക്കില്ല. ശങ്കരേട്ടാ, കേസ് തീർന്നിട്ടില്ല. ഇയാളെ നോക്കിക്കോണം. പ്രസിഡന്റിന്റെ ദുർഭരണം അവസാനിപ്പിക്കുക. പ്രസിഡന്റിന്റെ ദുർഭരണം അവസാനിപ്പിക്കുക. ജനപിന്നോക്ക യാത്ര, ജനപിന്നോക്ക യാത്ര. പ്രസിഡന്റിന്റെ ദുർഭരണം അവസാനിപ്പിക്കുക. കണാരേട്ടൻ അടുത്ത തവണ എങ്ങനെയെങ്കിലും MLA ആവണം. ഈ കൂവൽ അസംബ്ലിയിലാണെങ്കിൽ നല്ല കവറേജ് കിട്ടും. അതെ, നമ്മൾ തമ്മിൽ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും എനിക്ക് ഈ പ്രതിപക്ഷത്തെ കാണുമ്പോ അപ്പ ചൊറിഞ്ഞു കയറും. ഞങ്ങൾ മെമ്പർമാർ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ശാന്തരായി പുറത്തു നിൽക്കുക. അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ പൂർവാധികം ശക്തിയോടെ നമ്മൾ ആഞ്ഞടിക്കും. ഭരണപക്ഷം എന്ത് പറഞ്ഞാലും എതിർക്കുക. ആ ശൈലി ഇനിയെങ്കിലും മാറ്റണം. ജനകീയ ആസൂത്രണത്തിന്റെ ഗുണഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ദയവായി സഹകരിക്കണം. ഞങ്ങളുടെ പിന്നോക്ക യാത്ര ഈ കണാരം കൂവി. താൻ പിന്നോട്ടാക്കണ്ടോ? കാൽ രണ്ടും മേപ്പോട്ടാക്കി ജാഥ നടത്ത്. ഞങ്ങൾ കൂവാതിരിക്കാം. ഞങ്ങൾ തുണി അഴിച്ചിട്ട് ജാഥ നടത്തും. അത് ഞങ്ങളുടെ ഇഷ്ടം. പ്രതിപക്ഷ ബഹുമാനം എന്നൊന്നും നിങ്ങൾക്കില്ല. ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരാവശ്യവും നിങ്ങൾ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. എന്നിട്ട് പറയുന്നത് കേട്ടില്ലേ എല്ലാവരും സഹകരിക്കണമെന്ന്? ആവശ്യം ന്യായമാണെങ്കിൽ അംഗീകരിക്കും. അംഗീകരിച്ചിട്ടില്ല. പശുക്കൾക്കൊരു കൃത്രിമ ബീജ സങ്കലന കേന്ദ്രം തുടങ്ങണമെന്ന് ഞാൻ എത്രയോ വട്ടം അപേക്ഷിച്ചു. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട പശുക്കൾ 1.5 കിലോമീറ്റർ നടന്നു നിന്നിട്ടാണ് ഇപ്പൊ ബീജ സങ്കലനം നടത്തുന്നത്. എനിക്ക് ഇത്തിരി വിഷമമുണ്ട്. തനിക്ക് അത്ര വിഷമമുണ്ടെങ്കിലേ താൻ സ്വന്തമായിട്ടൊരു ബീജസങ്കലന കേന്ദ്രം തുടങ്ങും. എന്നിട്ട് ആ വിവരത്തിന് പശുക്കൾക്ക് കത്തെഴുത്. പ്രിയപ്പെട്ട പശു, ഞാനൊരു കേന്ദ്രം തുടങ്ങി, വന്ന് ബീജസങ്കലനം നടത്തിട്ട് പറ്റുമെന്ന്. എന്തേ? അങ്ങനെയാണെങ്കിൽ പട്ടികൾക്ക് ഒരു കേന്ദ്രം താനും തുടങ്ങണോ? നാറി സംസ്കാരം ഇല്ലാത്ത ഞാനൊന്ന് മൂത്രമൊഴിച്ചിട്ട് വരാം. മൂത്രമൊഴിച്ചിട്ട് വരണ്ട, അതുവഴി ഞാൻ വയ്ക്കും. സൗജന്യമായി കമ്പ്യൂട്ടർ പഠിപ്പിക്കാനുള്ള പദ്ധതി, ഗ്രാമീണ കലാമേള, കുളവും കിണറും നന്നാക്കൽ, ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള അടിയന്തര പ്രശ്നം. എന്ന് ആര് പറഞ്ഞു? വിമാനത്താവളം എത്രയും പെട്ടെന്ന് വേണം. അതാണ് അടിയന്തര പ്രശ്നം. വിമാനത്താവളം പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന പ്രശ്നമല്ല. യൂറോപ്പിലാ? ഇന്നത്തെ അജണ്ടയിൽ വിമാനത്താവളം വരുന്നുണ്ടോ ഇല്ലയോ? ഇന്നത്തെന്നല്ല, എന്നത്തെ അജണ്ടയിൽ വിമാനത്താവളം ഉണ്ടാവില്ല. എങ്കിൽ ഞങ്ങൾ ഈ മീറ്റിംഗ് ബഹിഷ്കരിക്കുന്നു. വിമാനത്താവളം സിന്ദാബാദ്! വിമാന
വിമാനത്താവളം സിന്ദാബാദ് 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 വിമാനത്താവളം ഉടൻ അനുവദിക്കുക വിമാനത്താവളം ഉടൻ അനുവദിക്കുക വെള്ളി കാല നേതാവേ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക പ്രസിഡന്റ് ഈ കളി സൂക്ഷിച്ചോ ഫോട്ടോഗ്രാഫർ എവിടെ? ഇവിടെ ഉണ്ട്. താൻ ഈ കല്യാണ പെണ്ണിനെ പോലെ പിന്നിൽ കുണുങ്ങി കുണുങ്ങി നിൽക്കണ്ട, എന്റെ കൂടെ ഒപ്പം നിൽക്ക്. എവിടെ? അവിടെ. അവനല്ലേ ഇവനാ. ഓഹോ, ഇത് പിടിച്ചേ. ഇങ്ങോട്ട് മാറി നിക്ക്. പ്രിയപ്പെട്ട എന്താ നിന്റെ പേര്? ജയകാന്തൻ. പ്രിയപ്പെട്ട ജയകാന്ത, നിനക്ക് ഈ ഗതി വന്നല്ലോ. പക്ഷേ നീ തളരരുത് കുഞ്ഞ്. KDP നശിപ്പിക്കാൻ ബോംബെറിഞ്ഞും അല്ലാതെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് KRP. നമ്മൾ അടങ്ങിയിരിക്കുമെന്ന് കരുതണ്ട. പോലീസ് വന്ന് മൊഴിയെടുത്തോ കുഞ്ഞ്? ഇല്ല. ഭാഗ്യം. പോലീസിനോട് എന്താ പറയണ്ടേന്ന് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ സമാധാനപരമായിട്ട് ജാഥ നടത്തുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദിനിയും KRPയുടെ മറ്റു പ്രവർത്തകരും ഞങ്ങളുടെ നേർക്ക് ബോംബെറിഞ്ഞു. അതിന് ആ സമയത്ത് അവർ പഞ്ചായത്ത് ഓഫീസിനകത്തല്ലായിരുന്നോ? ചോദ്യം ചോദിക്കണ്ട, ഞാൻ പറയുന്നത് പോലെ പോലീസിനോട് പറഞ്ഞാൽ മതി. കാല് വലിയ കുഴപ്പമില്ല, സാമാന്യം നല്ല പരിക്കുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ കൈക്ക് കിട്ടൊന്നുമില്ലല്ലോ. മൊത്തം അങ്ങോട്ട് പോരാ, കുറച്ചുകൂടെ ഭീകരത ഉണ്ടായിരുന്നെങ്കിൽ. ഏതായാലും സാരില്ല, ഫോട്ടോ എടുത്തോളൂ. നല്ല വെയിറ്റ്. റെഡി? ഈ ഫോട്ടോയ്ക്ക് ഒരു അടിക്കുറിപ്പ് എഴുതിക്കോളൂ. നൊമ്പരത്തിൽ ഒരു സാന്ത്വനം. ബോംബേറിൽ പരിക്കേറ്റ പാർട്ടി പ്രവർത്തകനെ ശ്രീ ജോണി വെള്ളിക്കാല ആശ്വസിപ്പിക്കുന്നു. ഓക്കെ, ഇതിന്റെ അടിക്കുറിപ്പ്: പരിക്കേറ്റ പാർട്ടി പ്രവർത്തകനെ കണ്ട് വെള്ളിക്കാല പൊട്ടിക്കരയുന്നു. ശ്രീ വെള്ളിക്കാല. ഇപ്പൊ ഇത് രണ്ടും മതി. ഇനി ഇവന്റെ മുഖം മാത്രം ഒന്ന് എടുത്തേ. അത് വേണോ? വേണം. പേപ്പറിൽ കൊടുക്കാനല്ല. അഥവാ ഈ പാവം ചത്തുപോവുകയാണെങ്കിൽ എല്ലാ വർഷവും നമുക്ക് രക്തസാക്ഷിനെ ആഘോഷിക്കണ്ടേ? അപ്പൊ കളർ പോസ്റ്റ് അടിക്കണ്ടേ? കുഞ്ഞെ, ഞങ്ങൾ ഇപ്പൊ പോകണം. ഇതിനോടനുബന്ധിച്ച് നിരവധി കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യാനുണ്ട്. സെൻട്രൽ ഓഫീസിലേക്ക് വിളിക്കണം. സാധനം ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. മൂത്തവർ വാക്കും മുതുനെല്ലിക്കയും ആദ്യവും പിന്നെയും ഒക്കെ മധുരിക്കുന്നുള്ള കാര്യം നീ മനസ്സിലാക്കിയില്ല. ആധാരത്തിന്റെ കോപ്പി കിട്ടിയോ? ഇല്ല. ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നീ കേട്ടില്ല. എന്റെ പെട്ടിയും ബാഗും എല്ലാം പോയി ഭാർഗവട്ട. അധികം വൈകാതെ നിന്റെ ജീവനും പോകും. അതിനുള്ള ഏർപ്പാടുകൾ നടന്നുകൊണ്ടിരിക്കുക. കാറിൽ മൈക്ക് കെട്ടി വിളിച്ചു പറയുന്നത് കേട്ടു. ഏതാനും നിമിഷങ്ങൾക്കകം നിന്നെയും പൊക്കിയെടുത്തുള്ള പ്രതിഷേധ ജാഥ. ആ ജാഥക്ക് നേരെയും ബോംബേറുണ്ടാവും. അതോടെ ജനഗണമന. ഇത് കഞ്ഞിയും പയറും ചമ്മന്തിയുമാണ്. മരിക്കുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് ഇത്തിരി കഞ്ഞി തന്നല്ലോ എന്നുള്ള സംതൃപ്തി, അതിനുവേണ്ടി കൊണ്ടുവന്നതാ. കുടിച്ചോളൂ. അതവരാ, നിന്റെ കൊലവിളിയാ കേൾക്കുന്നത്. സർവശക്തിയും എടുത്ത് ഓടുക, കുംഭകോണം വരെ ഓടുക. എന്റെ കമ്പി കിട്ടിയാൽ മാത്രം തിരിച്ചു വരിക. ഞങ്ങൾക്ക് മണിയറയാണ്, കയ്യാമൻ ഞങ്ങൾക്ക് പൂമാലയാണ്. വീര വീര ജയകാന്ത,
ലക്ഷം ലക്ഷം പിന്നാലെ ധീര വീര ഏത് ഗുണവൻ അവിടെ നിൽക്കാൻ മതിൽ ചാടരുത് അപ്പുറത്തെ കിണറാട്ടാ കാലിന് വയ്യങ്ങി ഓടണ്ട മോനെ അവിടെ നിൽക്കാൻ നിന്നില്ലെങ്കിൽ ഞാൻ കല്ലെടുത്ത് പാവാണ് എന്റെ കൊല്ല കളി ഇതൊക്കെ എന്റെ കയ്യിൽ വന്നു ഓടോ ഇവനെവിടെ പോയി ശരി മണവാളന്റെ പിന്നിലും മണവാട്ടില്ലടാ നിക്കണ്ടേ നീ നിന്നെന്ന് വിട്ടില്ല നീ എങ്ങനെ നിന്നാലും പിടിച്ചു പണ്ടാറടങ്ങ നീ മാറി வாமா வா என்ன அடிங்க அப்படியே என்ன கொலை பண்ணுங்க இன்னும் நம்ம அது பிரயோஜனமே இல்லை 90% ഉരിപ്പവേ പോയാச்சு ഇനി ഒരു 10% மட்டும் ബാലൻസ് ഇருக்கு അതുകൂടി മുടിച്ചിടുங்க വാങ്ങമ്മ വാ എന്തൊക്കെ പറയണേ ഇവൻ ആരാ ഇവൻ ഞാൻ ഒരു കൊലകാരൻ തിരിടൻ പോതുമാ ഇത് ഉങ്ക വീടെന്ന് എനിക്ക് തെരയല്ലേ അന്റെ ജോണി വെള്ളിക്കാല അവന്റെ ആൾക്കാരും എന്നെ പിടിക്കാൻ വന്നപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ഓടി കയറിയതാ പ്രസിഡന്റ് ഒച്ചമാര് കേൾക്കുമ്പോഴൊന്നും ഭയത ഞാൻ ആപത്ത് പിടിച്ചത് അല്ലാതെ വെള്ളിക്കാല തന്നെ പിടിക്കാൻ ഓടിച്ച എന്തിനാ അത് അവനോട് ചെന്ന് ചോദിക്കൂ എന്റെ അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്രേ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നു കേരളം ഒരു ഭ്രാന്താലയമല്ല 1 കോടി ഭ്രാന്താലയങ്ങൾ കൂടിച്ചേർന്ന ഒരു വലിയ ഭ്രാന്താലയമാണെന്ന് ഇവിടെ ഭ്രാന്തില്ലാത്ത ഒരുത്തനുമില്ല ഇവനെ നിനക്ക് അറിയോ വിനു നന്നായിട്ട് അറിയും ഇടപെടലിൽ വെച്ച് ഞാനൊന്ന് അതിന് 500 രൂപ എന്റെ അടുത്ത് പേട അടയ്ക്കാൻ പറഞ്ഞതാ അത് തന്നെ ഭ്രാന്ത് മുഴു ഭ്രാന്ത് എല്ലാത്തിനും ഭ്രാന്ത് മിസ്റ്റർ വെള്ളിക്കാല തന്നെ ഓടിച്ചെന്തിനാന്ന് പറ അത് ബോംബേറിൽ പരിക്ക് പറ്റിയ ഞാൻ ആശുപത്രിയിലായല്ലോ ചികിത്സ കഴിഞ്ഞിരുന്ന് എന്നെ പൊക്കി എടുത്തോണ്ട് അയാൾക്ക് ജാഥ നടത്തണം അത്രേ പ്രസിഡന്റിനെതിരെ ജനവികാരം ഇളക്കി വിടാൻ അതിളക്കിക്കോട്ടെ പക്ഷെ അതിനിടയിൽ ഞാൻ ചത്തുപോയ പ്രസിഡന്റ് അയ്യോ അതായാളാ പ്രസിഡന്റ് ഞാനിവിടെ പ്രസിഡന്റ് ഇല്ല ഇവിടെ പ്രസിഡന്റ് ആ പ്രസിഡന്റ് ഈ കളി ഞങ്ങളോട് വേണ്ട ഞങ്ങൾ രക്തസാക്ഷി ഇങ്ങോട്ട് ഇറക്കി വിടുന്നതാണ് നല്ലത് മറ്റു വീടുകളെല്ലാം തപ്പി അവ ഇതിനകത്ത് നിന്നുള്ളത് ഉറപ്പാ ആരുടെ കാര്യം പറയണേ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകൻ കുംഭകോണം ജയകാന്തൻ നിങ്ങളുടെ ആളുകൾ ക്രൂരമായി ബോംബെറിഞ്ഞ് പരിക്കേൽപ്പിച്ച ഞങ്ങളുടെ രക്തസാക്ഷി അകത്ത് കയറി ആ പാവത്തിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോടോ പറഞ്ഞത് കേട്ടില്ലേ അവനെ പിടിച്ചോണ്ടുവരാൻ ഈ വീടിനകത്ത് കയറുന്നവൻ ജീവനോടെ മടങ്ങി പോയില്ല ചോരയിൽ കുരുത്തവരാണ് ഞങ്ങൾ ഞാനും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ കുരുത്തതാ ഞാൻ 1 മുതൽ 5 വരെ എണ്ണും അതിനു മുമ്പ് പിരിഞ്ഞു പോയില്ലെങ്കിൽ ഇവിടെ ഒരു ബോംബ് വീണ് പൊട്ടും നിങ്ങൾ ഏർപ്പാട് ചെയ്ത ആളുകൾ നിങ്ങളുടെ ജാഥയ്ക്ക് നേരെ എറിഞ്ഞു പോലുള്ള കള്ളബോംബൊന്നുമല്ല നല്ല 1-ാം തരം സ്റ്റീൽ ബോംബ് 1 2 3 4 അത് ശരി ഇതിനകത്ത് ഇഡ്ഡലി ഉണ്ട് കഴിച്ചോളൂ ഇഡ്ഡലിയും കിഡ്ഡലിയൊക്കെ പിന്നെ ഒരുപാട് വൈകി അയാളെ പറഞ്ഞു കേട്ടോ അതിപ്പോ ആ കുട്ടി പറയുന്ന കേട്ടപ്പോ പെട്ടിയും ബാഗും ഒക്കെ കളഞ്ഞു പോയല്ലോ പണം മുഴുവൻ അതിനകത്തായിരുന്നത്രേ പുറത്തിറങ്ങിയ വെള്ളിക്കാല പിന്നെയും പിടിക്കാൻ വരുമെന്നാ പേടി
സ്പീഡിൽ ഓടണമെങ്കിൽ അവന് കാലും വയ്യല്ലോ. അതുകൊണ്ട് അല്ല, ഞാൻ തല്ലുകയും ചെയ്തു. ചുരുക്കത്തിൽ അമ്മ ഇപ്പൊ എന്താ ഉദ്ദേശിച്ചിരിക്കണേ? ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇറങ്ങിപ്പോന്ന് പറയാൻ ഒരു വിഷമം. പിന്നെ ഇവിടെ പാർപ്പിക്കാനോ? ഏയ്, ഊരും പേരും അറിയാത്ത ഒരുത്തനെ എങ്ങനെ ഇവിടെ പാർപ്പിക്കും? ഇരുട്ടായ ആരും കാണാതെ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോട്ടെ, പാവം. ഒരു ഗ്ലാസ് ഹോർലിക്സ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഓടിയിട്ടും മറ്റും നല്ല ക്ഷീണം. ഞങ്ങളാരും ഇവിടെ ഹോർലിക്സ് കുടിക്കാറില്ല. ഇനി മുതൽ കുടിക്കണം. ടിവിയിൽ പരസ്യത്തിലൊക്കെ കാണാറില്ലേ, സമ്പൂർണ്ണ ആഹാരം ഹോർലിക്സ്. കാണാറില്ല. പെണ്ണുങ്ങൾ പെരുമാറുന്ന അടുക്കളയിൽ ആണുങ്ങൾ വന്ന് നിൽക്കണത് ശരിയല്ല. സോറി, കുംഭകോണത്തുള്ള എന്റെ വീട്ടിലെ സാധാരണ അടുക്കളയിലിരുന്ന ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കാറ്. ഇത് കുംഭകോണവും അല്ല, ഇത് ഇയാളുടെ വീടും അല്ല. ഏത് വീട്ടിൽ ചെന്നാലും അത് സ്വന്തം വീട് പോലെ കരുതണമെന്ന് എന്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചിരിക്കുന്നത്. അതെ, ഹോർലിക്സ് ഇല്ലെങ്കിൽ കോംപ്ലാൻ കിട്ടിയാലും മതിയായിരുന്നു. കൊടുക്ക്, അമ്മയ്ക്ക് വലിയ സിമ്പതിയാണല്ലോ. കോംപ്ലാൻ കൊടുക്ക്. ഇവിടെ ഒരു കുമ്പളങ്ങയില്ല. മോരും വെള്ളം വേണമെങ്കിൽ തരാം. മതി, അതും ആരോഗ്യത്തിന് നല്ലതാണല്ലോ. ഞാൻ പോവാ. ആ, എന്താ എല്ലാരും കൂടി? ബോംബും തോക്കും ഞാൻ കുറെ കണ്ടതാ. ലാത്തിയും കത്തി എനിക്ക് പുത്തിരിയല്ല. ഹോ, ഇത് എല്ലാറ്റിനെയും കടത്തി വെട്ടി കളഞ്ഞു. കണ്ണം മെമ്മോറിയൽ സ്കൂളിലെ റിഹേഴ്സൽ ഞങ്ങൾ അവസാനിപ്പിച്ചു. എന്ത് പറ്റി? മോളെ വിനോദിനി, ഒന്ന് ചോദിച്ചോട്ടെ, ഇതുപോലുള്ള സംസ്കാരശൂന്യന്മാർ ജീവിക്കുന്ന ഈ നാട്ടില് ഇങ്ങനൊരു ഗ്രാമീണ കലാമേളയുടെ ആവശ്യമുണ്ടോ? വാസുവേട്ടൻ കാര്യം പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവൂ. പിന്നെ ഗ്രാമീണ കലാമേള അത് പഞ്ചായത്തിന്റെ തീരുമാനമാണ്. അതെന്തായാലും നടത്തും. ഉറപ്പാണോ? എന്താ സംശയം? അങ്ങനെയാണ് ഈ മുറ്റത്തോ മുറിയിലോ വെച്ച് റിഹേഴ്സലിനുള്ള സൗകര്യം ചെയ്തു തരണം. കാര്യം പറയോ വാസുവേട്ടാ? ഞാനത് എങ്ങനെ ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ച്, അല്ല അവരും കണ്ടു, എന്നാലും വിനോദിന് എന്റെ മോളെ പോലെയല്ലേ, എങ്ങനെ പറയും, പറയാതിരിക്കും. എന്താണെങ്കിലും പറഞ്ഞോളൂ. പഞ്ചായത്ത് മീറ്റിങ്ങിനെക്കാളും തരംതാണ കാര്യമൊന്നും ആയിരിക്കില്ലല്ലോ. അത് ശരിയാ. നമ്മുടെ ഇവനില്ലേ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഇരുകാലി ജന്തു ജോണി വെള്ളിക്കാല, അവൻ എന്റെ ഈ പിള്ളേരുടെ മുമ്പിൽ വെച്ചിട്ട് മുണ്ടൊരിഞ്ഞു കാണിച്ചു. അയാള് പ്രസിഡന്റായിട്ട് വല്ല വഴക്കുണ്ടായ? ആ, അതിന്റെ ചുരുക്കാന്നാ തോന്നണ. ഗ്രാമീണ കലാമേള നടക്കുമ്പോ ബോംബ് എറിയുന്ന അയാള് ഭീഷണിപ്പെടുത്തി. അപ്പന്റെ കൺട്രോൾ പോയി. പോടാന്ന് പറഞ്ഞ അടുത്തേക്ക് വന്നു. അപ്പഴാവും മുണ്ടൊരിഞ്ഞ്. അത് അയാളുടെ സംസ്കാരം. കാര്യമാക്കണ്ട. ഇവിടെ റിഹേഴ്സലിന് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അമ്മേ, ഞാൻ ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഇന്ന് മുതൽ ഇവരുടെ റിഹേഴ്സലൊക്കെ ഇവിടെയാ. അമ്മ ഇവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൊള്ളണേ. ആയിക്കോട്ടെ. ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് തീരുമാനിക്കാം. ആ, കാവടി 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 കൊണ്ടുവരൂ. ആ, തല തല ബുദ്ധിമുട്ടായി എന്നറിയാം. ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. എനിക്ക് കുട്ടികൾക്ക് ദാഹിക്കുമ്പോ തൊണ്ട നനയ്ക്കാൻ എന്തെങ്കിലും അത്രേ വേണ്ടൂ. ഇങ്ങോട്ട് കൊണ്ടുപോടാ പെട്ടി. എല്ലാം എടുത്തു വെക്കൂ. എന്താ ഈ കുന്തം വിഴിഞ്ഞ? നീ ഇവിടെ എങ്ങനെ എത്തി മോനെ? വാസുവേട്ടൻ എന്താ ഇവിടെ? അത് പറയാം. വിവരറിയാൻ ഞാൻ അല്പം വൈകിപ്പോയി. ആശുപത്രി ചെന്നപ്പോ ഡിസ്ചാർജ് ചെയ്യാതെ നീ എങ്ങോട്ടോ ഓടിപ്പോയിന്ന് ഡോക്ടർമാര് പറഞ്ഞു. വാസുവേട്ടൻ അറിയോ ഈ കുട്ടിയെ? കൊള്ളാം. ഇവൻ ടീച്ചറോട് വിവരങ്ങളൊക്കെ പറഞ്ഞോ? കുംഭകോണം അത്രേ പറഞ്ഞുള്ളൂ. ഇവൻ ആരാണെന്ന് അറിയോ? നമ്മുടെ VK നരേന്ദ്രന്റെ മോനാ. വടക്കേ കുന്നത്ത് നരേന്ദ്രന്റെ മോൻ. എന്നുവെച്ചാൽ എന്റെ ദേവിയുടെ മോനോ? അത് തന്നെ, ടീച്ചറുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്ന ദേവിയുടെ മോൻ. അതെ, ഇതെന്റെ ദേവിയുടെ മോൻ തന്നെ. ആ കണ്ണ്, അതേ മുഖം. വീടെത്തിയല്ലോ. ഇനി ശങ്കരേട്ടൻ പൊക്കോളൂ. എനിക്ക് ധൃതിയൊന്നുമില്ല. ഇതുവരെ വന്ന സ്ഥിതിക്ക് രണ്ടടിയും കൂടെ നടന്നാ എന്താ? ഇന്ദിരാനാഥ ജഗന്നിവാസ കൃഷ്ണ, ഇന്നെന്റെ മുന്നിൽ വണങ്ങിടണേ കൃഷ്ണ. ഉണ്ണി ഗോപാല കമല നേത്ര കൃഷ്ണ, ഉള്ളത്തിൽ വന്ന് വിളങ്ങിടണേ കൃഷ്ണ. ഊഴിയിൽ വന്ന് പിറന്ന ബാലകൃഷ്ണ, ഊനം കൂടാതെ പാലിക്കണേ കൃഷ്ണ. എന്നുള്ളിലുള്ളൊരു പാപമെല്ലാം കൃഷ്ണ, എന്നുണ്ണി ഗോപാല തീർത്തിടണേ കൃഷ്ണ. ഐഹികമായ സുഖത്തിങ്കലാഗ്രഹം അയ്യോ. എന്താ വിനു ഇത്? നേരെ ഇതെത്രയായി? കളക്ടറേറ്റിൽ മീറ്റിംഗ് ഉണ്ട്, വരാൻ വൈകുന്നു ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നല്ലേ. അതിരിക്കട്ടെ, ഇയാൾ ഇരുട്ടിയെ പോകുന്നു പറഞ്ഞിട്ട്. ആ കുട്ടി കേൾക്കും. കേട്ടാലെന്താ? നീ ഇങ്ങ് വന്നേ, ഞാനൊന്ന് പറയട്ടെ. നിനക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, തൃക്കോട്ടൂർ ഗംഗാധരൻ നമ്പ്യാരുടെ മകള് ദേവിയെ പറ്റി ഞാൻ പറയാറില്ലേ? ഓ, പണ്ട് ആരുടെയോ കൂടെയോ? അത് തന്നെ. ആ ഗംഗാധരൻ നമ്പ്യാരുടെ ബസ്സിലെ കണ്ടക്ടറായിരുന്ന നരേന്ദ്രനും ദേവിയും സ്നേഹത്തിലായി. വീട്ടുകാരെ ധിക്കരിച്ചുള്ള ഒരു ഏർപ്പാടും വേണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം ദേവിയോട് പറഞ്ഞിട്ടുള്ളതാ. പക്ഷേ എതിർപ്പുകൾ കൂടുന്തോറും സ്നേഹത്തിന് ധാർഷ്ട്യം കൂടുമല്ലോ. പിന്നീട് എന്തൊക്കെ പുകില ഉണ്ടായത്. ഒടുവിൽ രണ്ടുപേരും ഒളിച്ചോടുകയായിരുന്നു. ആ നരേന്ദ്രന്റെ ദേവിയുടെ മോനാ ഈ കുട്ടി. ഞാനും ദേവി ഒരുമിച്ച് അമ്പലക്കുളത്തിൽ കുളിക്കാൻ പോവാറുള്ളതും തല്ലുകൂടാറുള്ളതും എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർമ്മയുണ്ട്. ആ കുട്ടിയോട് ഇറങ്ങിപ്പോവാൻ ഞാൻ എങ്ങനെ പറയും?
ഇപ്പോഴത്തെ ഓട്ട് കമ്പനി മുതലാളി ഹസൻ ഞാൻ കൊടുത്ത 2000 ഉറുപ്പ്യ കൊണ്ടാണ് ആദ്യമായിട്ട് ബിസിനസ്സിൽ കാലുകുത്തുന്നത്. തങ്കപ്പൻ ഈ ഐസ് പെട്ടിയൊക്കെ കളഞ്ഞിട്ട് സ്വന്തമായിട്ട് ഐസ് ഫാക്ടറി തുടങ്ങും. അത്ര ഐശ്വര്യമുള്ള കയ്യ. പക്ഷേ മുതലെനിക്ക് പ്രശ്നമല്ല, പലിശ അതെനിക്കറിയാം. ഒന്ന് വന്നിട്ട് ജാതകം നോക്കണ്ട, സ്ത്രീധനം ഉണ്ടാവില്ല. എന്റെ പെങ്ങളെ താൻ കല്യാണം കഴിച്ചു. നമ്പീശൻ ഒരു പെങ്ങളല്ലേ? അവരെ വില്ലേജ് ഓഫീസർ കല്യാണം കഴിച്ചില്ലേ? ഉവ്, അതിൽ അവൾക്കുണ്ടായ 3 കുട്ടികളും തനിക്ക് ഫ്രീ ആയിട്ട് കിട്ടും. എന്തായാലും അളിയൻ അവൾ ഉപേക്ഷിക്കുന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി. താൻ എന്നോട് പറഞ്ഞത് ആ കുംഭകോണം പിശാച് ഓടിപ്പോയെന്ന്. അവൻ പയറ് പോലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിലുണ്ട്. ആധാരത്തിന്റെ കോപ്പി വേണമെന്ന് പ്രസിഡന്റ് റൈസാൾക്ക് ഫോൺ ചെയ്തിരിക്കുക. അയ്യോ, ഈ നിമിഷം അവനെ നാട് കടത്തിയിട്ടില്ലെങ്കിൽ സംഭവം പറഞ്ഞ് ടെൻഷൻ കയറി അളിയൻ നേരെ കവിതാ ബാർ കയറി അടി തുടങ്ങി. ഈ 500 ഉറുപ്പ്യ ഉണ്ട്, എനിക്ക് ആ ബാറിന്റെ ബില്ല് അടക്കണം. അല്ല, ഇത് ഇവിടെ കൊടുക്കാനുള്ളതാ. എവിടെയും കൊടുക്കണ്ട. ഇന്നൊരു 4 അടിക്കാതെ എനിക്കെങ്ങനെ ഉറക്കം വരും? നിക്കടാ അവിടെ, നടക്കട പുറത്തേക്ക്. എടാ, നിനക്ക് മാനാഭിമാനം എന്നൊന്നുണ്ടോ? ഒരു അന്യ വീട്ടിൽ പരാനഭോജിയായി കുളിച്ചുകൊണ്ട് താമസിക്കാൻ നിനക്ക് നാണമില്ലടാ കഴുതേ. അങ്ങനെയല്ലടോ കഴുതേ. ഹെടാ, നിനക്ക് മാനാഭിമാനം എന്നൊന്നുണ്ടോ? ഒരു അന്യ വീട്ടിൽ പരാനഭോജിയായി കുളിച്ചോണ്ട് താമസിക്കാൻ നിനക്ക് നാണമില്ലല്ലോടാ കഴുതേ. അങ്ങനെ ചോദിക്കടോ. എടാ, നിനക്ക് മാനാഭിമാനം എന്നൊന്നുണ്ടോ? ഒരു അന്യ വീട്ടിൽ എന്താ മോനെ ഒളിഞ്ഞു നോക്കുന്നേ? അല്ല, നല്ല രസികൻ ഡയലോഗ്, അത് നോക്കുകയായിരുന്നു. കുളിച്ചോണ്ട് താമസിക്കാൻ നിനക്ക് അല്ല, നാണമില്ല കഴുതേ. കുളിച്ചിട്ട് പിന്നെ ഈ ഷർട്ട് തന്നെ ഇട്ടോ? വേറെ ഇല്ലല്ലോ. പുതിയത് വാങ്ങാന്ന് വെച്ചാ പണം മുഴുവൻ ആ ബാഗിനകത്തായി പോയില്ലേ അമ്മേ? കഷ്ടം. എത്ര രൂപയുണ്ടായിരുന്നു? ഒരു 10,000. എന്റെ ഭഗവാനെ. മോൻ ഇങ്ങ് വന്നേ. വിനു, നീ കേട്ടോ? മോന്റെ കളഞ്ഞുപോയ ബാഗില് 10,000 രൂപയുണ്ടായിരുന്നു. മോൾ ഒരു കാര്യം ചെയ്യേ, ശങ്കരേട്ടനോട് പറഞ്ഞ് 1-2 ഷർട്ടും മുണ്ടും ഒക്കെ വാങ്ങിച്ചു കൊടുത്തേക്ക്. ഓ, പറഞ്ഞേക്കാം. ഹലോ, ഒന്നവിടെ നിക്കണം. ബാഗിൽ എത്ര രൂപയുണ്ടായിരുന്നു പറഞ്ഞേ? 10,000 രൂപ. പിന്നെ എന്തൊക്കെയുണ്ടായിരുന്നു? പിന്നെ 5 പവന്റെ ഒരു സ്വർണ്ണമാല. കഴിഞ്ഞോ? ഇല്ല, ഒരു ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, ചെറുതാ, പുതിയത്. അതിന് തന്നെ ഒരു 50,000 രൂപ വരും. ഓ, എന്നാ പിന്നെ SP-യുടെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞേക്കാം. എന്ത്? അവിടെ കിട്ടിയിട്ടുള്ള ബാഗും പെട്ടിയൊന്നും ഇയാളുടെ അല്ലാന്ന്. അയ്യോ, പെട്ടി കിട്ടിയോ? എങ്കിൽ അത് എന്റെ തന്നെ ആയിരിക്കും കേട്ടോ. ആയിരിക്കില്ല. അതിനകത്ത് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഇല്ല, സ്വർണ്ണമാല ഇല്ല, മുഷിഞ്ഞ് നാറിയ കുറച്ച് തുണികളും 430 രൂപയും. 430 രൂപയോ? അപ്പൊ ബാക്കി പണം പോലീസുകാർ അടിച്ചു കാണും. അതിന് ഇയാളുടെ ബാഗ് അല്ലല്ലോ അത്. ആയിരിക്കും, അതെന്റെ തന്നെയാ. അപ്പോ 9,570 രൂപ എടുത്തിട്ട് ബാക്കി 430 രൂപ പോലീസുകാർ കൃത്യമായിട്ട് ബാഗിൽ വെച്ചു. അതൊക്കെ അവരുടെ പോലീസ് ബുദ്ധിയല്ലേ. പക്ഷെ അതെന്റെ ബാഗാണെന്ന് പ്രസിഡന്റ് ഒന്ന് വിളിച്ചു പറയൂ. അത് ഇയാളുടെ ബാഗ് അല്ലാന്ന് ഞാൻ വിളിച്ചു പറയാൻ പോവാ. അയ്യോ വേണ്ട, അതെ, ശരിക്കും അതിനകത്ത് 430 രൂപയേ ഉള്ളൂ. കമ്പ്യൂട്ടറും സ്വർണ്ണമാലയൊന്നും ഇല്ല. പിന്നെ എന്തിനാ നുണ പറഞ്ഞേ? കുംഭകോണത്തെ ആളുകൾ പൊതുവെ ഇത്തിരി പൊങ്ങച്ചം പറയുന്ന കൂട്ടത്തില. അത് ഇവിടെ ചെലവാവില്ല. അതെനിക്ക് മനസ്സിലായി പ്രസിഡന്റ്. ഇനി ഇങ്ങനെ നുണ പറയോ? ഇല്ല പ്രസിഡന്റ്. എങ്കി മലയാളത്തിലെ ഏതൊക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്? എനിക്ക് കൂടുതൽ ഇഷ്ടം കവിതകളാ. എന്താ ചോദിക്കാൻ? ആരുടെയൊക്കെ കവിതകൾ വായിച്ചിട്ടുണ്ട്? എഴുത്തച്ഛൻ, നമ്പ്യാർ, ഉള്ളൂർ, ആശാൻ തുടങ്ങി അയ്യപ്പൻ വരെ. അച്ഛന് സാഹിത്യത്തിലൊക്കെ ഇത്തിരി കമ്പമുള്ളതുകൊണ്ട് എന്നെ ഇവരെയൊക്കെ പരിചയപ്പെടുത്തി. വായിച്ച കവിതകള് നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കാറുണ്ടോ? ഇല്ല. എനിക്ക് വല്ല ആശയം തോന്നിയാ അത് ചിലപ്പോ നോട്ട്ബുക്കിൽ ചുമ്മാ കുറിച്ചിടും. കറുത്ത രാവിന്റെ കന്നിക്കിടാവ് ഒരു വെളുത്ത മുത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കറുത്ത രാവിന്റെ കന്നിക്ക്. അയ്യോ, ഇത് ഞാൻ എഴുതിയതാണല്ലോ. എവിടുന്ന് ഇത് കിട്ടിയത്? അതിയാളൊന്ന് പാട് കേക്കട്ടെ. സത്യമായിട്ടും എനിക്ക് പാടാൻ അറിയില്ല പ്രസിഡന്റ്. ആ പുസ്തകം എവിടെ നിന്ന് കിട്ടിയെന്ന് പറ. ഒരു കവിയുടെ ഭാവന, അത് വെറുതെ നുണ പറയാൻ ഉപയോഗിച്ച് നശിപ്പിക്കാതിരുന്നാ കൊള്ളാം. സോറി, വെരി സോറി. ഇതെപ്പോ കിട്ടി പ്രസിഡന്റ്? ചോദ്യോത്തരങ്ങളൊക്കെ പിന്നെ, എല്ലാ സാധനങ്ങളും ഉണ്ടോ നോക്കണം. ആ, കറുത്തരാവിന്റെ കന്നിക്കിടാവിനെ പിന്നെ തരാം, പോരെ? ഞാൻ വിചാരിച്ചു പ്രസിഡന്റ് ആണെന്ന്. തിരിഞ്ഞു നോക്കാവോ? ഓ, കുടിച്ചോളൂ. ഹോർലിക്സാ? ഞാനൊരു ബുദ്ധിമുട്ടായില്ലേ? ഓ, ബുദ്ധിമുട്ടാവുമ്പോ ഞാൻ പറയാം. ദേവിയും ഞാനുമായിട്ടുള്ള അത് പോട്ടെ. മോൻ ഇവിടെ വന്നേ പിന്നെ ദേവിയുടെ വീട്ടുകാരെ വല്ലവരെയും കണ്ടോ? ഇല്ല, കാണരുതെന്ന എന്റെ പ്രാർത്ഥന. അതെന്താ? അച്ഛന്റെ മോനാണ് ഞാനെന്ന് അറിഞ്ഞ അച്ഛനെ എന്തുമാത്രം ഉപദ്രവിച്ചതാ. അതുപോലെ അതെല്ലാം 10-25 കൊല്ലം മുമ്പുള്ള കഥയല്ലേ. എന്നാലും അമ്മ പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ അച്ഛനും ആങ്ങളമാരും ഒക്കെ ഭയങ്കര പകയുള്ള ആൾക്കാരാന്ന്. ഗംഗാധരൻ നമ്പ്യാര് മരിച്ചു, നിന്റെ അമ്മൂമ്മ ഇപ്പോഴും ഉണ്ട്. എന്തായാലും നീ അവരുടെ ചോരയല്ലേ. നിന്റെ അച്ഛനോടുള്ള ദേഷ്യം കാരണം അന്ന് എന്നെ ബസ്സുകളെല്ലാം വിറ്റു. എന്നാലും പഴയ പണത്തിനും പ്രതാപത്തിനും ഒട്ടും കുറവില്ല.
സിനിമ ടാക്കീസ്, തെങ്ങിൻ തോട്ടം, കവുങ്ങിൻ തോപ്പ്, അങ്ങനെ പലതും. പ്രതാപികളാണെന്ന് കാണിക്കാൻ തറവാട്ടിലൊരു ആനയുണ്ട്.